ചില ക്രിസ്ത്യൻ പറഞ്ഞൊരു സുവിശേഷത്തിൽ നമ്മൾ വായിച്ചായിട്ട് നമ്മൾ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള രണ്ട് പുത്രന്മാരുടെ കഥയാണ്. ഒന്നാമത്തെ എൻ്റെ അടുത്ത് എന്ന് പിതാവ് പറയുന്നു മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് പോകാനായിട്ട് പറയുന്നു. അവൻ പറയുന്നു ഞാൻ ഇപ്പൊ തന്നെ പോകാം എന്ന് പറയുന്നു. അവൻ പോകുന്നില്ല. രണ്ടാമത്തെ എൻ്റെ അടുത്ത് എന്ന് പറയുന്നു മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് പോകണം. അവൻ പറയുന്നു എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നു. പിന്നീട് മനസ്തവിച്ച് അവൻ പോയി എന്നാണ് പറയുന്നത്. ഈശോ പറയുകയാണ് ഇതിൽ ആരാണ് പിതാവിന്റെ ഹിതം നിറവേറ്റിയത്? രണ്ടാമത്തവനാണ് അല്ലെ, സ്വാഭാവികമായിട്ട് രണ്ടാമത്തവനാണ് പിതാവിന്റെ ഹിതം നിറവേറ്റിയത്. എന്നിട്ട് ഈശോ പറയുകയാണ് ഇതുപോലെ തന്നെയാണ് സ്വർഗരാജ്യത്തിന്റെ കാര്യം അല്ലെ. മനസ്തപിച്ച് പിന്തിരിയുന്നവനാണ്, മനസ്തപിച്ച് സ്വർഗരാജ്യം നേടാനായിട്ട് ദൈവത്തിലേക്ക് തിരിയുന്നവനാരോ അവൻ രക്ഷപ്പെടുമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന ലളിതമായിട്ടുള്ളൊരു പാഠം ഇതാണ്. നിന്റെ മനസ്താപത്തിന് സമയം ഒരു വിഷയമുള്ള കാര്യമല്ല എന്നുള്ളതാണ് അല്ലെ. ഞാൻ ഇത്ര നാളും പാപത്തിലാണെന്ന് ചിന്തിച്ചത്, ഇനി എനിക്ക് മനസ്തപിച്ചാൽ എന്നെ ദൈവം സ്വീകരിക്കുമോ? ഇത് വിഷയമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ആദ്യം തന്നെ ദൈവം എൻ്റെ അടുത്ത് മനസ്തപിക്കാനായിട്ട് പറഞ്ഞപ്പോഴല്ല, ആദ്യം തന്നെ ഞാൻ പാപത്തിൽ വീണു പോയപ്പോൾ, ഞാൻ പാപത്തിൻ്റെതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ നടന്നു പോയപ്പോൾ ആ സമയത്തൊന്നും ഞാൻ മനസ്തപിച്ചില്ലല്ലോ. ഇനി ഞാൻ മനസ്തപിച്ചാൽ ദൈവം എന്നെ സ്വീകരിക്കും. ദൈവം പറയുകയാണ് സ്വീകരിക്കും. മനസ്തപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ടാമത്തെ മകന്റെ അടുത്ത് ഈ പിതാവ് ചെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുന്നൊന്നുമില്ല. അവൻ പറയണം മനസ്സില്ല എന്ന് പറയുന്നു. പിന്നീട് അവൻ മനസ്സ് തിരിഞ്ഞ് ഈ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കായിട്ട് പോയി എന്നാണ് സുവിശേഷം രേഖപ്പെടുന്നത്. ഇതുപോലെ തന്നെ നമ്മളും ഒരു പക്ഷേ ചില പാപ സാഹചര്യത്തിലൊക്കെ പെട്ട് കുറച്ച് നാളായിട്ട് കുമ്പസാരിക്കാതെ നടക്കുന്നവരാണ്, മനസ്സ് തിരിയാതെ നടക്കുന്നവരാണെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇന്ന് നീ തിരിഞ്ഞു നടന്നാൽ പോലും ദൈവം നിന്നെ സ്വീകരിക്കും എന്നുള്ളതാണ്. ഇനി നീട്ടിവെക്കാതെ ഇപ്പൊ തന്നെ മനസ്സറിയിക്കാനായിട്ടുള്ളൊരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട്